धन्यवाद और स्तुति करता हूँ। ഈ ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. इस ऑनलाइन के सेवकाइयों को याद करते हुए प्रभु का धन्यवाद करता हूँ। കഴിഞ്ഞ ദിവസമാണ് പ്രിയ സഹോദരി എന്നോട് ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയും കർത്താവിന്റെ ദാസൻ എന്നെ ക്ഷണിക്കുകയും ചെയ്തു. അതിലുള്ള പ്രത്യേകമായ നന്ദി എല്ലാവരോടും അറിയിക്കുന്നു. और पिछले दिन बहन ने मुझे इस मीटिंग के बारे में बताए और प्रभु के दास ने मुझे इस सेवकाई में स्वागत किए हैं, इसलिए सभी प्रिय लोगों को मैं धन्यवाद देता हूँ। ഞാൻ കുറേ വർഷം നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയുമായിട്ടുണ്ടായിരുന്നു. मैं कई साल उत्तर भारत में राजस्थान और हरियाणा क्षेत्रों में प्रभु की सेवकाई के संबंधित रहा हूँ। അതിനുശേഷം ഞാൻ മലബാറിൽ, കണ്ണൂരിൽ കുറേ വർഷം സുവിശേഷ വേലയിലായിരുന്നു. और उसके पश्चात में केरल में मलबार नाम के एरिया में या कन्नूर नाम के क्षेत्र में प्रभु की सेवकाई के संबंधित रहा है। ഇപ്പോൾ ഞാൻ കേരളത്തിൽ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരിക്കുന്നു. अब मैं वर्तमान में केरल में अडूर नाम के जगह पे मैं सेवकाई कर रहा हूँ। എൻ്റെ ഭാര്യ, എനിക്കൊരു മകൾ, കുടുംബമായിട്ട് ഞങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. मुझे एक पत्नी और एक बेटी है। हम परिवार सहित बहुत आनंदित रूप से अपने जीवन जी रहे हैं। നമുക്ക് വേഗത്തില് തിരുവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. हम जल्दी से प्रभु के वचन के और अपने ध्यान को हम ले चलेंगे। 126 സങ്കീർത്തനം 4-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നത്. भजन संहिता 126 उसका 4था आयत पवित्र आत्मा मेरे हृदय में आज वचन के लिए दिया है। ആ വാക്യം ഇങ്ങനെയാണ്. वचन इस प्रकार से पढ़ा जाता है। 126 സങ്കീർത്തനം 4-ാമത്തെ വാക്യം. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. यहाँ पर 126 भजन संहिता 4th आयत में इस प्रकार लिखा है, हे यहोवा, दक्षिण देश के नालों के समान हमारे बंदियों को लौटा ले आ। ഇസ്രായേൽ മക്കളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. इजरायली लोगों का एक प्रार्थना था ये। 126 സങ്കീർത്തനം അവരുടെ മടങ്ങി വരവിന് ശേഷമുള്ള സന്തോഷത്തെ പ്രകടിപ്പിക്കുന്നതായിരുന്നു. 126 भजन संहिता जो है इस्राएली लोगों के लौट आने के बाद उनके आनंद को प्रकट करने वाला एक भजन संहिता है। നമുക്കറിയാം 70 വർഷത്തോളം അവർ പ്രവാസത്തിൽ കിടന്ന് ആ പ്രവാസ ജീവിതത്തിന് ശേഷം അവർ വീണ്ടും വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. हम जानते हैं लगभग 70 साल तक वे जब बंधुआई की अवस्था में था और उस बंधुआई से लौटकर अपने वायदा किया हुआ देश की ओर वो लौट कर आ रहे थे। 70 വർഷമായിട്ട് അവർക്ക് ആരാധനകളില്ല, യാഗങ്ങളില്ല, പുരോഹിതന്മാരില്ല, ആലയമില്ല, ദൈവമഹത്വം അവർ കാണുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിന് ശേഷം ദൈവത്തിന്റെ പ്രവചന നിവൃത്തി എന്ന വണ്ണം പരിശുദ്ധാത്മാവ് അവരെ ഒരാത്മീയ നിലവാരത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. हम जानते हैं कि लगभग 70 साल ना तो वे आराधना कर पा रहे थे, ना तो उनके पास एक आराधनालय था, ना उनके जीवन से बलिदान के कोई कार्य हो रहे थे, ना वो परमेश्वर की ओर से कोई वाणी सुन रहा था। ऐसी एक परिस्थिति में वो बंधे हुए थे और उसके बाद जब वो लौट कर आए तो ये सब उनके जीवन में पुनर्स्थापित हो रहा है। ആമേൻ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇത് ഒരു മടങ്ങി വരവിന്റെ കാലം തന്നെയാണ്. और मैं ये विश्वास करता हूँ कि ये एक लौट आने का समय है। ഒരു ആത്മീയ നിലവാരത്തിലേക്ക്, നമ്മുടെ പിതാക്കന്മാർ കണ്ട സ്വപ്നത്തിലേക്കും അഭിഷേകത്തിലേക്കും നമ്മൾ ഒരു മടങ്ങി വരവിന്റെ കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. मैं विश्वास करता हूँ कि हमारे बाप दादाओं ने जो आत्मिक क्षेत्र में वे कार्य किए थे, वे जोश के साथ जैसे काम किए थे, वैसे एक आमीन आमीन हालात में हम और आप लौट कर आने का समय आ पहुंचा है। ഈ പ്രാർത്ഥനകളൊക്കെ അതിന്റെ ഒരു മുഖാന്തരമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്.
और मैं ये विश्वास करता हूँ कि ये सारी प्रार्थनाएं सब जो चल रहे हैं उस सब के लिए एक कारण के रूप में काम कर रहा है। ഈ ഉണർവിന്റെ കാലഘട്ടത്തിൽ ദൈവം അങ്ങനെ ഒരു നിയോഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. इस बेदारी के समय में परमेश्वर हमारे जीवन में ऐसी एक अगुवाई करता है, इसलिए मैं प्रभु का स्तुति धन्यवाद करता हूँ। ഇവര് 70 വർഷത്തിന് ശേഷം വാഗ്ദത്ത നാട്ടിലേക്ക് ഒരു ഗ്രൂപ്പ് വരികയാണ്. ये लोग जो है 70 साल के पश्चात वायदा किया हुआ देश में एक झुंड बनाकर वे लोग लौट कर आ रहे हैं। അവര് പറയുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ മടങ്ങി വരികയാണെന്ന്. और वे लोग इस प्रकार गवाही दे रहा है कि हम लोग जब लौट कर आ रहे थे, हमें ऐसे लग रहा था कि हम जैसे मानो स्वप्न देख रहे हैं। ചില വിഷയങ്ങൾക്ക് സ്വപ്നം കാണുന്നത് പോലെ ചില ദൈവിക മറുപടികൾ വെളിപ്പെടുന്ന സമയമാണ്. और कई लोगों के लिए कई विषयों के प्रति आप जैसे मानो स्वप्न देख रहा हो, ऐसे आपके जीवन में परमेश्वर का कार्य होने का समय आ रहा है। ദൈവത്തിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന നിലയിൽ ഇതൊരു സ്വപ്നം പോലെ തോന്നത്തക്കവണ്ണം ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. परमेश्वर ऐसा भी कार्य कर सकता है। ऐसे आपके जीवन में आने वाले दिनों में प्रभु जब काम करेगा तो हम ऐसे लगने लगते हैं कि मानो हमारे जीवन में हम एक स्वप्न देखने के अनुभव में हो। ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവര് പ്രവാസത്തിൽ നിന്ന് ഒരുമിച്ച് പോരുകയല്ലായിരുന്നു. ഇവര് പല ഗ്രൂപ്പുകളായിട്ടാണ് ബാബേൽ പ്രവാസത്തിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. ये जो इजरायली लोग जो बंधुआई की अवस्था में चले गए थे, वे एक साथ लौट कर नहीं आ रहा है, परंतु अलग अलग दल बनाकर वो बाबुल की उस बंधुआई में से वे लोग लौट कर आ रहे थे। എസ്ര, നെഹമ്യാവ് തുടങ്ങിയ ദേവദാസന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവർ പല ഗ്രൂപ്പുകളായിട്ടാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ആദ്യം വന്ന ഒരു ഗ്രൂപ്പ് അവര് വാഗ്ദത്ത നാട്ടിൽ വന്ന് അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. एजरा, नेहमिया ऐसे अगुओं की अगुवाई में अलग अलग दल बनाकर वे लोग जब लौट कर आ रहे थे, उनमें से जब पहले आए हुए जो दल, जब वो लोग उस वायदे के स्थान में पहुंचे, वहां पर गाया हुआ एक गीत है ये जो आज हमने पढ़ा है। ദൈവത്തിന് സ്തോത്രം. ആദ്യം വന്നവര് അവര് വെറുതെ ഇരിക്കുകയല്ല, അവരുടെ മേലുണ്ടായിരുന്ന ആ ഉത്തരവാദിത്വം, വിടുവിക്കപ്പെട്ടവര് അടിമത്തത്തിൽ കിടക്കുന്നവരെ കുറിച്ചുള്ള ഒരു ഭാരം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ ഭാരമാണ് അവരെ ഈ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത്. और जो पहले दल आए थे वे लोग शांत नहीं बैठ रहे थे, यूं ही बैठे नहीं थे, परंतु आमीन कल तक जो बंधुआई में बंधे हुए थे, जब वे लोग छुटकारा पाए तो वे उसके कार्य के प्रति प्रभु को धन्यवाद दे रहे थे और बाकी जो बचे हुए थे उनके लिए वे प्रार्थना भी कर रहे हैं। രക്ഷയുടെ സന്തോഷം മനസ്സിലാക്കിയ നമ്മുടെ മേൽ കിടക്കുന്ന ഉത്തരവാദിത്തങ്ങളും നിയോഗങ്ങളുമാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കുന്നത്. उद्धार के आनंद को अनुभव किया हुआ हम लोगों के ऊपर ऐसी एक बड़ी जिम्मेदारी है और ऐसी जिम्मेदारी हमें ऐसी प्रार्थनाओं में आमीन अगुवाई करता है। അവര് മടങ്ങി വന്നിട്ട് ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നീ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണം. वे लोग जब लौट कर आए तो लौट कर आने के बाद इस प्रकार से यह प्रार्थना करता है, हे यहोवा, दक्षिण देश की नालों के समान हमारे बंदियों को लौटा ले आ। അവര് അവരുടെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ വെക്കുകയാണ്. वे उस समय में उनके क्षेत्र में बोला जाने वाला एक पुरानी कहावत को उठाकर वो प्रभु की उपस्थिति में प्रार्थना के रूप में रखते हैं। ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. और हम जानते हैं बाइबल में बहुत सारी ऐसी पुरानी कहावतों को बताया गया है। ശൗല് കൊണ്ടോ പ്രവാചകണത്തിൽ ഏതാ മാതാ തഥാ പുത്രി, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് കുളിച്ചു.
ഇതൊക്കെ ബൈബിളിലുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകളാണ്. और उनमें से कई ऐसे उदाहरण के रूप में हम देख सकते हैं, शाऊल भी ऐसे भविष्यवक्ताओं के दल में है क्या, जैसे माता वैसे बेटी। और जो आमीन बाप दादाओं ने अंगूर खाए, उनके बच्चों के मुंह में उसकी खटास को अनुभव किए, ऐसे कई कहावत के रूप में शब्दों को हम देखते हैं। വേദപുസ്തകത്തിലെ ഓരോ പഴഞ്ചൊല്ലുകൾക്ക് പിന്നിലും ഒരു ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു. ആ ദൈവപ്രവൃത്തിയാണ് ആ പഴഞ്ചൊല്ലുകളായിട്ട് ഇസ്രായേൽ മക്കളുടെ നടുവിൽ വെളിപ്പെട്ടു വന്നത്. परमेश्वर के वचन में एक एक ऐसी पुरानी बातों के पीछे परमेश्वर का एक सख्त कार्यों को हमने देखा है, और उसी के कारण ऐसी कहावत के रूप में वाक्यों को, शब्दों को हम देखते हैं। അവരുടെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു പഴഞ്ചൊല്ല്, ഒരു പ്രാർത്ഥനയുടെ സമയത്ത് അവർ ആ പഴഞ്ചൊല്ലെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെക്കുകയാണ്. और उनके पिताओं के समय में एक बोला गया एक कहावत को वे अपने प्रार्थना के समय प्रभु के सामने उठाकर रखते हैं। ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേൽ മക്കള് നാട്ടില് തെക്കേ ദേശം എന്ന് പറഞ്ഞ ഒരു ദേശം ഉണ്ടായിരുന്നു. നെഗേബ് എന്നും ആ ദേശത്തിന് പേരുണ്ടായിരുന്നു. हम जानते हैं इजरायली लोगों के उस क्षेत्र के आसपास में दक्षिण में नेगेव नाम का एक क्षेत्र को हम पढ़ते हैं। ജിയോളജിക്കൽ പരമായിട്ട് ഇച്ചിരി ഉയർന്ന ഒരു ദേശമായിരുന്നു. കാലേബിന്റെ മകൾ അക്സയെ വിവാഹം കഴിച്ച് അയക്കുന്നത് ഈ ദേശത്തായിരുന്നു. ഒരുപാട് നീരുറവുകളുള്ള ഒരു ദേശമായിരുന്നു ഈ ദേശം. എല്ലാം കൊണ്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമായിരുന്നു ഈ തെക്കേ ദേശം എന്ന് പറയുന്ന ദേശം. और आमीन, यदि हम भूगोल के आकार से देखें तो भी ये थोड़ी ऊंचाई में स्थित एक देश था। और आमीन वचन में पढ़ते हैं कि कालेब की पुत्री अक्सा को आमीन अपने आमीन वायदे के रूप में दिया हुआ देश है, और सभी प्रकार के सोतों से भरा हुआ, सारी आशीषों से भरा हुआ एक देश के रूप में ये नेगेव क्षेत्र को हम पढ़ते हैं। ആ ദേശത്ത് ചരിത്രം പറയുന്ന ഒരു സമയത്ത് ഒരു വലിയ പ്രതിസന്ധി അവിടെ കടന്നു വന്നു. और उस क्षेत्र में इतिहास ऐसे बताता है कि एक समय में ऐसी एक बड़ी घटना वहां पर घटने में हुआ। അവിടുത്തെ നീരുറവുകൾ വറ്റി വരണ്ടു, ഒരു വലിയ കാലാവസ്ഥ പ്രതികൂലമുണ്ടായി. അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ ദൈവത്തോട് നിലവിളിക്കുവാനിടയായി തീർന്നു. ऐसा हुआ कि वहां के सारे सोतों को आमीन ऐसे सूखने वाली अनुभव में वो चले गए। वहां के लोगों को भारी समस्या को सामना करना पड़ा, और वहां पर वे लोग प्रभु की ओर पुकारने लगे। അവിടുത്തെ നീരുറവുകളെല്ലാം ഒഴുകി വന്ന് അവസാനിക്കുന്നത് യോർദാൻ നദിയിലായിരുന്നു. ആ സമയത്താണ് ഈ ഒരു വലിയ പ്രതികൂലത്തിൽ കൂടെ ആ ദേശം കടന്നു പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന പിതാക്കന്മാർ അവരെ അവിടെ ആക്കിയ ദൈവത്തോട് നിലവിളിക്കുകയാണ്. और वहां से जो भी सोते बह निकलते थे वे यर्दन में आकर आमीन समाप्त होते थे, परंतु ऐसे वहां पर ऐसा एक समय आया कि वहां के सारी सोते जो सूख गए, और वहां जो पिता, जो बाप दादा वहां पर उपस्थित थे, वे उस परमेश्वर से प्रार्थना कर रहे हैं जिन्होंने उन्हें उस स्थान पर ले आकर पहुंचाया था। അവരുടെ കണ്ണുനീരും നിലവിളിയും പ്രാർത്ഥനയും കണ്ട ദൈവം, ചരിത്രം പറയുന്നത്, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഒരു വലിയ ദൈവപ്രവൃത്തി ആ തെക്കേ ദേശത്ത് ചെയ്തു. और उनकी प्रार्थना और उनके आंसुओं को देखा हुआ परमेश्वर प्रभु ऐसा कहता है कि परमेश्वर ने उनकी प्रार्थना और उनकी आमीन गवाही, आमीन जो रोने की आवाज है, प्रभु ने उनकी आवाजों को सुना। ആമേൻ, സ്തോത്രം. ദൈവം ചെയ്ത ഒരു അത്ഭുതം നമുക്കറിയാം. യോർദാന് ഏത് സമയത്തും കരകവിഞ്ഞു വീഴുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സമയത്ത് ഇവരുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം ഒരു വലിയ ദൈവപ്രവൃത്തി ആ തെക്കേ ദേശത്ത് യോർദാൻ നദിയിലൂടെ നടക്കുവാനിടയായി. हम जानते हैं कि परमेश्वर ने एक बड़ी अद्भुत कार्य उनके बीच में किया कि आमीन हमेशा यर्दन नदी की एक अवस्था इस प्रकार रहती थी कि वे बहकर बहने वाली, आमीन उमड़कर बहने वाली अवस्थाओं में रहते हैं। परंतु उन दिनों में परमेश्वर ने एक बड़ा अद्भुत काम किया कि परमेश्वर ने यर्दन में एक बड़ी आश्चर्य का कार्य को प्रकट करता है। ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വെള്ളം എപ്പോഴും
മുകളിൽ നിന്ന് താഴോട്ടാണ് ഒഴുകുന്നത്. കാരണം അങ്ങനെ പറ്റത്തുള്ളൂ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അങ്ങനെയാണ്. വെള്ളം എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടാണ് ഒഴുകുന്നത്. വെള്ളത്തിന് ഒരിക്കലും താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകാൻ പറ്റത്തില്ല. हम जानते हैं कि पानी हमेशा ऊंचाई से नीचे की ओर बहने लगता है, कारण गुरुत्वाकर्षण के कारण हमेशा पानी का बहाव निचले हिस्से की ओर चले जाते हैं। എന്നാൽ ഇവരുടെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ കാരണത്താൽ വെള്ളം ആ തോട്ടിൽ നിന്നും യോർദാനിൽ നിന്നും മുകളിലേക്ക് ഒഴുകിച്ചെന്ന് ഇവരുടെ നീരുറവുകളെ നിറച്ചെന്നാണ് ചരിത്രം പറയുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. അവരുടെ കണ്ണുനീര് വീണ സ്ഥലത്ത്, അവരുടെ നിലവിളി ഉയർന്ന സ്ഥലത്ത് അവർക്ക് വേണ്ടി ഉറവകളെ തുറന്നുകൊടുത്ത് അത്ഭുതം ചെയ്ത ഒരു ദൈവമാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. और हम जानते हैं कि परमेश्वर ने उनकी प्रार्थनाओं को सुना और उनके आंसुओं के प्रति प्रभु ने कार्य किया और उनके सारे सोतों को परमेश्वर ने भर दिया। जो निचले हिस्से की ओर जो पानी बहने वाला था उसको उलट दिशा में प्रभु ने बहाकर उनकी सारी सोतों को भरकर उनकी आंसुओं का, उनकी प्रार्थनाओं का उत्तर प्रभु ने प्रदान किया। വെള്ളം താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകണമെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെക്കാട്ട് വലിയ ഒരു ശക്തി അതിനകത്ത് വെളിപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്കറിയാം, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കറിയാം ആ ശക്തി ഏതാണെന്ന്. ഇന്ന് പകലും ഈ പ്രഭാതത്തിൽ ആ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. हम जानते हैं कि पानी को उलट दिशा में बहना है तो भूमि के जो गुरुत्वाकर्षण के खिलाफ में वो कार्यों को होना पड़ेगा। और हम जानते हैं जो प्रभु की आत्मा में प्रार्थना आराधना करने वाले लोग इस सामर्थ के बारे में जानते हैं जो उन दिनों में कार्य किया है। അന്ന് അവരുടെ ഇടയിലുണ്ടായ ഒരു പഴഞ്ചൊല്ലാണ്, ആ പിതാക്കന്മാരുടെ ഇടയിലുണ്ടായ ഒരു പഴഞ്ചൊല്ലാണ്, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ. और उन दिनों में उनके बाप दादाओं के बीच में एक कहावत इस प्रकार इसलिए कहा जाता था, हे यहोवा दक्षिण देशों के नालों के समान। അവർ ആ പ്രതിസന്ധിയുടെ നടുവിൽ ദേശം വിട്ട് ഓടിയില്ല. അവർക്ക് അറിയാമായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം, ഞങ്ങൾ നിലവിളിക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണെന്ന്. और उन्होंने उस मुश्किल अवस्थाओं में उस देश को छोड़कर भागे नहीं, परंतु वे जानते थे कि हम जिस परमेश्वर से प्रार्थना करते हैं वो परमेश्वर हमारे लिए कार्य करने वाला प्रभु है। ഇന്നും നമുക്ക് വേണ്ടി ഉറവകൾ തുറക്കാൻ ദൈവത്തിന് കഴിയും. आज भी हमारे लिए स्रोत को खोलने के लिए परमेश्वर सामर्थी है। നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഉറവുകളെ തുറന്നു തന്ന് ദൈവമഹത്വത്തെ വെളിപ്പെടുത്താൻ ഇന്നും ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. आप जिस भी स्थान में बैठते हैं आपके प्रार्थनाओं के उत्तर के समान सोतों को खोलने के लिए परमेश्वर सामर्थी है। आज भी हमारा परमेश्वर अद्भुत कार्य करने वाला प्रभु है। തെക്കേ നാട്ടിലെ ജനത്തിന് അറിയാമായിരുന്നു, ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ ദൈവത്തിന് ഞങ്ങളുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അവരതുകൊണ്ട് അവിടെ വിട്ട് ഓടിപ്പോയില്ല. അവർ ദൈവത്തോട് നിലവിളിച്ചു. അവരായിരുന്ന സ്ഥലങ്ങളിൽ ഉറവകളെ തുറക്കാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും ആ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നിരാശപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ഇന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. दक्षिण देश के लोग ये बात को अच्छी रीति से जानते थे कि उनकी प्रार्थना को सुनने वाला परमेश्वर उनके लिए सोतों को खोलने के लिए, उनके लिए सारी प्रबंध को करने के लिए प्रभु सामर्थी है। आज के समय में भी प्रार्थना करने वाले लोग ये बात को जानना है कि हमारे लिए सोतों को आमीन कहीं पर भी क्यों ना हो, वो शुरुआत करने के लिए प्रभु से कोई भी बात असंभव नहीं है। പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ആദ്യത്തെ ഗ്രൂപ്പ് അവരുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു പഴഞ്ചൊല്ലെടുത്തു വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. बंधुआई से लौट कर आए हुए पहला जो दल था वे अपने प्रार्थना के कमरों में परमेश्वर की उपस्थिति में एक पुरानी कहावत को लेकर वो प्रभु से प्रार्थना कर रहा है। അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിന് ഇന്നും ഒരു തലമുറയെ മടക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർ വിശ്വസിച്ചു.
वे जानते थे कि वे ये बात को समझ पाए थे कि उनके बाप दादाओं के समय में अद्भुत कार्यों को किया हुआ परमेश्वर आज भी उनकी पीढ़ियों को लौटा कर ले आ सकता है। ഇന്നും ഇങ്ങനത്തെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യമുണ്ട്. आज भी ऐसी प्रार्थनाओं में परमेश्वर बड़ी महत्व को देता है। ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും അവര് ദൈവം പണ്ട് ചെയ്ത അത്ഭുതങ്ങളെ എടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ടായിരുന്നു പല വിഷയങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത്. इजरायली लोगों की प्रार्थनाओं को हम ध्यान से देखें तो हमेशा या अधिकतर समय में परमेश्वर ने पहले उनके जीवन में किए हुए कार्यों को याद कराते हुए वे प्रार्थना करते थे। ദൈവമേ, നീ അന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തല്ലോ, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അന്ന് നീ ഞങ്ങളെ വിടുവിച്ചല്ലോ, ചെങ്കടലിനെ പിളർന്നല്ലോ, മരുഭൂമിയിൽ കൂടെ നടത്തിയല്ലോ, മന്ന തന്നല്ലോ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇസ്രായേൽ മക്കൾ അവരുടെ പ്രാർത്ഥന തുടങ്ങുന്നത്. വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ദൈവത്തിനും ഇഷ്ടമുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നും അന്ന് പ്രവർത്തിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇവർ ഇതിനെ എടുത്ത് ദൈവത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത്. इजरायली लोग पुराने समयों में इस प्रकार याद करते थे, प्रभु ने किए हुए अद्भुत कार्यों को याद में रख के प्रार्थना करते थे। वे इस प्रकार बोलते थे कि परमेश्वर तूने किस प्रकार लाल समुद्र में हमारे लिए रास्ता खोला है, मरुभूमि में हमें कैसे आपने चलाया है। और मैं ये समझता हूं कि परमेश्वर भी शायद ये बातों को अच्छी रीति से पसंद करता है। तो आज भी वे लोग इस प्रकार प्रार्थना करते हैं कि प्रभु तू पहले जैसे कार्यों को किया है अभी भी हमारे लिए कार्यों को कर। ഇന്നും നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. आज भी हमारा परमेश्वर के लिए कोई भी बात असंभव नहीं है। ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് എക്സ്പയർ ഡേറ്റ് വെച്ചിട്ടില്ല. परमेश्वर के अद्भुत कार्यों के लिए कोई आखिरी तारीख दिया गया नहीं है। വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. विश्वास के साथ प्रार्थना करेंगे तो आज भी अद्भुत कार्यों को करने वाला एक परमेश्वर है हमारा प्रभु। നോർത്ത് ഇന്ത്യൻ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവം ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. സമയം കൊണ്ട് ഞാൻ അതിനെ ഭയപ്പെടുന്നു. സ്തോത്രം. ഇവിടെ ഇവരൊരു പഴഞ്ചൊല്ലെടുത്ത് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയാണ് 5ഉം 6ഉം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 126 സങ്കീർത്തനത്തിൽ ഇവരുടെ പ്രാർത്ഥന വാചകമാണ് 4ാം വാക്യം. ഇവരൊരു പ്രാർത്ഥന വാചകം എടുത്ത് ദൈവത്തിന്റെ മുമ്പിൽ വെക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് 5ഉം 6ഉം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. और उत्तर भारत की सेवकाई में कई अद्भुत कार्यों को प्रभु ने किया हुआ है, परंतु समय के अभाव के कारण मैं उन बातों को नहीं बताना चाहूंगा। यहाँ पर चौथे आयत में जब उन्होंने इस प्रकार का एक प्रार्थना के शब्द को प्रभु के सामने जब रखता है तो उसके उत्तर के रूप में 5 और 6 आयतों में प्रभु उनको उत्तर के रूप में वचनों को देता है। ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവം എന്താ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നത്? ഇവരൊരു പഴഞ്ചൊല്ലെടുത്ത് പിതാക്കന്മാരുടെ അത്ഭുതങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു തലമുറയെ മടക്കി വരുത്തുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഇവരോട് ദൈവം സംസാരിക്കുകയാണ്. 5-6 വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. और यहाँ पर परमेश्वर उनको क्या उत्तर दे रहा है? जब चौथे आयत में वे लोग जब प्रार्थना कर रहे थे, आमीन, 5वें वचन में परमेश्वर उनके उत्तर के रूप में इस प्रकार बता रहा है कि जो आंसू बहाते हुए बोते हैं वे जय जयकार करते हुए लवने पाएंगे। വിത്ത് ചുമന്നതാണോ കണ്ണുനീരോടെയാണോ വിതച്ചത്? ദൈവം പറയുകയാണ്, നിശ്ചയമായി ഒരു കൊയ്ത്തുണ്ട്, ഒരു ഉണർവുണ്ട്. और आपने बीज जैसे आपने अपने आमीन आंसू बहाकर बोया होगा, वो निश्चय रूप से उसका एक आमीन कटनी को काटने का समय आपको प्रभु निश्चय किया है। കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ദൈവം അവരോട് മറുപടി കൊടുക്കുകയാണ്, ഉറപ്പായിട്ട് കൊടുക്കുകയാണ്. और आंसू बहाकर किया हुआ प्रार्थना का एक उत्तर प्रभु हमें देता है, ऐसा एक निश्चित आमीन बात को प्रभु उनसे बता रहा है।
ഫസ്റ്റ് ശാമുവേൽ ചാപ്റ്റർ 2 വേഴ്സ് 1 അവിടെ ഹന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. 1 ശമൂവേൽ 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ. पहला शमूएल की पुस्तक 2 अध्याय उसके पहले आयत में हन्ना इस प्रकार से एक प्रार्थना करती हैं. അവൾ അവിടെ പ്രാർത്ഥിച്ചു പറയുകയാണ്, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ ബലം യഹോവയാൽ ഉയർന്നിരിക്കുന്നു. हन्ना इस प्रकार प्रार्थना करती हैं कि मेरा हृदय परमेश्वर में मगन हो रहा है, मेरे सींग यहोवा के कारण ऊंचा हुआ है. 1-ാം അധ്യായം ചരിത്രമാണ്, അത്ഭുതങ്ങളുടെ ഒരു അധ്യായമാണ്. 2-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥനയുടെ മറുപടി കൊണ്ടുപോയി ആലയത്തിൽ കൊടുത്തിട്ട് മടങ്ങി വരുന്ന ഹന്നയാണ് കാണാൻ കഴിയുന്നത്. पहले अध्याय को हम ध्यान से देखेंगे तो इतिहास का एक आमीन अध्याय के रूप में हम देखते हैं. जब उसका उत्तर आमीन उसे जब प्राप्त हुआ तो उसके बाद वो दूसरे अध्याय में उसके प्रार्थना के रूप में उस बातों को बता रहा है. 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ അവർ 3 പേരും കൂടെ ആലയത്തിലേക്ക് പോവുകയാണ്. ഹന്നയും എൽക്കാനയും ശമൂവേലിനെയും കൊണ്ട് ആലയത്തിലേക്ക് പോവുകയാണ്. ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആലയത്തിൽ കൊടുത്തിട്ട് അവർ മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ അവർ 2 പേരേ ഉള്ളൂ, കുഞ്ഞു കൂടെയില്ല. ദൈവസന്നിധിയിൽ പറഞ്ഞ നേർച്ച പോലെ പ്രാർത്ഥനയുടെ മറുപടിയെ കൊണ്ടുപോയി ആലയത്തിൽ കാഴ്ചവെച്ചിട്ട് ഈ കുടുംബം മടങ്ങി വരികയാണ്. ആ മടങ്ങി വരുമ്പോഴാണ് 2-ാം അധ്യായത്തിൽ ഈ സഹോദരിയുടെ പ്രാർത്ഥന അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. पहले अध्याय के आखिरी भागों में हम देखते हैं कि वे 3 लोग प्रार्थना करने के लिए, आराधना करने के लिए आराधनालय में जा रहा है. शामुएल है, आमीन एल्काना है, हन्ना है. ये तीनों जाते तो हैं लेकिन लौट कर आने के समय में एल्काना और हन्ना आमीन केवल वे लोग लौट कर आते हैं. और उसके पश्चात दूसरे अध्याय के शुरुआत में हन्ना इस प्रकार से परमेश्वर की उपस्थिति में प्रार्थना के रूप में इन बातों को कहती हैं. ഏത് അമ്മയുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകും മുലൂടി മാറിയ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആലയത്തിൽ കൊടുത്തിട്ട് മടങ്ങി വരുമ്പോൾ? और कोई भी माता क्यों ना हो, उनके हृदय में निश्चय एक वेदना उत्पन्न होता है कि एक दूध पीते हुए बच्चे को दूध छुड़वा कर जब उसे प्रभु के आराधनालय में सौंप कराने का एक समय जब होता है. പക്ഷേ 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ദുഃഖത്തോടു കൂടിയല്ല, ആ സഹോദരി ആത്മാവിൽ സന്തോഷിച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. സ്തോത്രം. और लेकिन दूसरे अध्याय जब शुरुआत करता है तो दुख के साथ नहीं, परंतु वो बहन जो है बड़ी आनंद के साथ इन बातों को कह रहा है कि मेरे मन यहोवा के कारण मगन है. ഏത് ദുഃഖവും മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയും. आपके हृदय के अंदर के कोई भी दुख को हटाने के लिए पवित्र आत्मा से संभव है. ഏത് വേദനയും മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയും. आपके जीवन के हर एक वेदना को हटाने के लिए वो पवित्र आत्मा से आमीन वो संभव है. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് നമുക്കറിയാം, ആലയത്തിൽ പോയിരുന്ന് ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ച ഒരു സഹോദരിയാണ് ഈ ഹന്ന. ഹൃദയം കൊണ്ട് അവൾ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. एक समय आराधनालय में जाकर अपने हृदय से प्रभु के यहोवा के पास बात करने वाली एक बहन ये हन्ना ऐसी थी. പക്ഷെ 2-ാം അധ്യായത്തിൽ അവൾ അടുത്ത തലമുറയോട് പ്രവചിക്കുകയാണ്. परंतु दूसरे अध्याय में वे अगले पीढ़ी की ओर आमीन भविष्यवाणी करती हैं. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് വേദനയോടുകൂടിയാണ് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനകൾ ഒരു സാക്ഷ്യമാക്കി അടുത്ത തലമുറയ്ക്ക് പ്രവചനശബ്ദമായി അതിനെ കൈമാറുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് കഴിയും. और एक समय पर बड़ी वेदना के साथ आप प्रभु की उपस्थिति में आमीन कार्य करते हैं, प्रार्थना करते हैं, तो उसी के परिणाम स्वरूप अगले पीढ़ी को एक भविष्यवाणी के रूप में प्रभु के कार्यों को बताने के लिए परमेश्वर से आप परमेश्वर आपके जीवन में कार्यों को संभव कर सकता है. അവൾ അടുത്ത ഒരു തലമുറയോട് 2-ാം അധ്യായത്തിൽ പ്രവചിച്ചു പറയുകയാണ്,
പ്രവചനമായിട്ട് പറയുകയാണ്. സ്തോത്രം. ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു, എന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു, യഹോവയെ പോലെ ഒരു പരിശുദ്ധനില്ല എന്ന് അവള് ആത്മാവിൽ പ്രവചിച്ച് അടുത്ത തലമുറയ്ക്ക് ഒരു ദൂത് കൈമാറുകയാണ്. और दूसरे पीढ़ी की और एक भविष्यवाणी के रूप में उन बातों को वो आमीन कह रही है कि यहोवा के समान एक परमेश्वर नहीं है, इसीलिए मेरा जीवन, मेरा हृदय मगन हो रहा है और आत्मा में इस भविष्यवाणी को दूसरी पीढ़ी तक पहुंचा रही हैं। എന്താണ് ഈ സഹോദരി പ്രവചിച്ച് പറയുന്നത് ആ സമയത്ത്? ये हन्ना उन दिनों में क्या भविष्यवाणी के रूप में क्या क्या बातों को वो कह रही थी? ഈ 2-ാം അധ്യായം 4-ാം വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ എല്ലാത്തിന്റെ ഒരു ഓപ്പോസിറ്റ് പദം കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ പദങ്ങൾക്കും ഒരു ഓപ്പോസിറ്റ് പദം. और दूसरे अध्याय के 4 आयत से लेकर 8 आयत तक यदि आप पढ़ेंगे तो हर एक वाक्य का विरुद्ध शब्द को वहां पर बताया गया है। ഞാൻ മനസ്സിലാക്കാൻ, ആ ദൂത് മനസ്സിലാക്കാൻ ഒന്ന് പറയാം. 4-ാം അധ്യായം മുതൽ 8-ാം വരെ വീരന്മാരുണ്ട്, ഇടറിയവരുണ്ടെന്ന് 4-ാം വാക്യത്തിൽ പറയുന്നു. 4 आयत से लेकर 8वें आयत तक वो भविष्यवाणी के शब्दों को थोड़ा और बेहतर समझने के लिए मैं बताना चाहूंगा। 4 आयत में लिखता है शूरवीर है, ठोकर खाने वाला भी है। അവിടെ സമ്പന്നരുണ്ട്, വിശന്നവരുണ്ടെന്ന് എഴുതുന്നു. വന്ധ്യയുണ്ട്, പുത്ര സമ്പന്നയുണ്ടെന്ന് എഴുതുന്നു. और वचन में इस प्रकार आगे लिखता है कि वहां पर बहुत धनी लोग हैं, वहां पर भूखे लोग भी हैं, वहां पर ऐसे लोग हैं जो निसंतान हैं और ऐसे लोग हैं जिनके पास बहुत आयत के भी हैं। ദൈവം ജീവിപ്പിക്കുന്നു, പാതാളത്തിൽ ഇറക്കുന്നു, ദൈവം ദാരിദ്ര്യം കൊടുക്കുന്നു, അവൻ ഐശ്വര്യം നൽകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുന്നു, മറ്റൊരുവനെ ഉയർത്തുന്നു. ഇതെല്ലാം ഓപ്പോസിറ്റ് പദങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴ്ച, ഉയർച്ച, എല്ലാം ഓപ്പോസിറ്റ് പദങ്ങൾ കൊടുത്തിരിക്കുക അവിടെ. और अगले आयतों में लिखा गया है कि परमेश्वर मारता है, जिलाता है, अधोलोक में उतारता है, उसे वहां से निकालता है, निर्धन करता है, धनी भी करता है, नीचा करता है, ऊंचा करता है। तो सब पदों का विरुद्ध पदों को भी बताया गया है। 8-ാം വാക്യത്തിൽ അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ എല്ലാത്തിനും ഒരു മറുവശമുണ്ടെന്ന് ഈ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ സഹോദരി അടുത്ത തലമുറയോട് പ്രവചിക്കുകയാണ്. और 8वें आयत में बताया गया है कि कंगाल को धूलि में से उठाता है, दरिद्र को घूरे में से निकाल लेता है और अधिपतियों के संग बिठाता है। तो हन्ना इस बात को अगले पीढ़ी को बताना चाहती हैं कि हर एक बात का एक उलट बात भी है और ये बात को वे अच्छे रीति से उनको समझाने की कोशिश करती हैं। ഈ സഹോദരി പ്രവചിച്ച് ആത്മാവിൽ അടുത്ത തലമുറയോട് പറയുകയാണ്, എല്ലാത്തിനും ഒരു മറുവശമുണ്ട്. നിന്റെ കണ്ണുനീരും നിന്റെ വേദനകളും നിന്റെ ശൂന്യതകളും നീ അനുഭവിക്കേണ്ടി വന്ന നിന്ദകളും ഇതൊന്നുമല്ല അവസാനം എന്ന് പറയുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് ഇതല്ല, പക്ഷെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരു മറുവശമുണ്ടെന്ന് ഈ സഹോദരി അടുത്ത തലമുറയോട് പ്രവചിച്ച് ദൂത് കൈമാറുകയാണ്. और ये बहन जो है अपने अगले पीढ़ी को भविष्यवाणी के रूप में कई सत्यों को बताती हैं कि हर एक विषय को एक आमीन उसका विपरीत विषय भी आमीन अपने जीवन में हम देख सकते हैं कि जैसे आपके आंसुओं का अंत वहीं पर नहीं है, परंतु उसके एक आमीन खुशी को भी आप अपने जीवन में देख पाएंगे। ऐसे आप जीवन में सामना करने वाला जो भी विषय हो उसका एक जो है विरुद्ध विषय भी आप अपने जीवन में देख पाएंगे। പ്രിയമുള്ളവരെ, എന്നും കണ്ണുനീരല്ല, എന്നും വേദനയല്ല, എന്നും ശൂന്യതകളല്ല, എന്നും തകർച്ചയെ കിടക്കുവാനല്ല, എന്നും എല്ലാവരും നമ്മളെ പരിഹസിക്കാനല്ല. ഇതിനൊരു മറുവശമുണ്ട്. പ്രാർത്ഥിക്കുന്ന, കരയുന്ന, നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോൾ നീ കാണുന്നതല്ല നിന്റെ ജീവിതം. ഇതിനും അപ്പുറം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്, ഒരു നിയോഗമുണ്ട്. അതിലേക്ക് നിന്നെ എത്തിക്കുന്നതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്.
അതുകൊണ്ട് നീ നിരാശപ്പെട്ടു പോകരുത്. ഇതിനൊരു മറുവശമുണ്ട്. और प्रिय लोग, ये बात को याद रखना है कि हर दिन हमारे जीवन में आंसू बहने वाली अवस्थाएं नहीं रहेगी। हर दिन हमारे जीवन में लोग हमारे निंदा करने वाली अवस्थाओं में हम नहीं बने रहेंगे, परंतु हर एक विषय को एक आशा और एक आमीन अंत निश्चय है। और जैसे आज हम अनुभव करते हैं वैसे ही अनुभव करते नहीं रहेंगे, परंतु परमेश्वर का एक बड़ा कार्यों को हम अपने जीवन में देखकर प्रभु की महिमा करने की अवस्था में हमारे जीवन को प्रभु बदल देता है। ഒരു സമയത്ത് ഹന്ന വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയ ഒരു സഹോദരിയായിരുന്നു. നമുക്കറിയാം അവളുടെ ജീവിതത്തിൽ വന്നത്. ദൈവം അവിടെ ഒരു വഴി അടച്ചത് മുഖാന്തരം അവളുടെ ദേശത്ത് ഒരു നിന്നാപാത്രമാകുന്നു. വീട്ടിൽ അവൾക്ക് സ്വസ്ഥതയില്ല. എന്നും ആലയത്തിലേക്ക് പോകുമ്പോഴെല്ലാം ഇവളെ പരിഹസിക്കുന്ന പ്രതിയോഗി വീട്ടിലുണ്ട്. വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയ ഒരു സഹോദരിയാണ് ഒരു സമയത്ത് ഈ ഹന്ന എന്ന് പറയുന്നത്. हन्ना, एक ये बहन जो थी, एक समय में बड़े मुश्किल अवस्थाओं में से गुजर कर गई हुई अवस्था है। आमीन। वे पूरे देश में निंदा का कारण बन जाती हैं। परमेश्वर उसके कोख बंद करने के कारण उसके परिवार के लोग उसकी मजाक उड़ाते हैं। सारे आमीन आसपास के लोगों के बीच में निंदा का कारण बनी हुई थी। ऐसे परिस्थिति में प्रभु ने उनके जीवन में आमीन ऐसे कार्यों को करता है। എഫ്രൈം മലനാട്ടിൽ എത്രയോ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരുടെ ആരുടെയും വഴി അടഞ്ഞില്ലല്ലോ. യഹോവ ഇവിടെ വഴി മാത്രം എന്തുകൊണ്ടാണ് അടച്ചത്? നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ദൈവത്തിനൊരു ഭാഷയുണ്ട് നിന്നോട് സംസാരിക്കാൻ. ചില പ്രതികൂലങ്ങൾ ആ ഭാഷയിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. നിന്നിലൂടെ നിന്റെ തലമുറയിലൂടെ ദൈവത്തിന് എന്തോ ദേശത്ത് ചെയ്തെടുക്കാനുണ്ട് എന്ന ഒരു സന്ദേശം ദൈവം അതിലൂടെ നിനക്ക് കൈമാറുകയാണ്. और इफ्रेम के उस पहाड़ियों में कितने सारे स्त्रियां आमीन रही होंगी, लेकिन उनके किसी के भी कोख को परमेश्वर ने बंद नहीं किया। यदि ऐसी एक अवस्था में आमीन हन्ना पाई जाती है, तो हमें भी ये बात को समझना है कि यदि हमारे जीवन में किसी बात की रुकावट हम अनुभव करते हैं, तो परमेश्वर हमसे उन बातों के प्रति कुछ समझाना चाहता है, कुछ कार्यों को प्रभु प्रकट करना चाहता है, और उसे को हमें समझना जरूरी है, और प्रभु का उस कार्यों को हमारे जीवन में प्राप्त भी करना है। നിരന്തരമായ പ്രതിസന്ധിയിൽ കൂടെ പ്രതിയോഗിയാൽ വിഷമിക്കുമ്പോൾ അവക്കൊരു കാര്യം മനസ്സിലായി. ദൈവം എന്തോ എന്നോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. निरंतर रीति से अपने उस विरोधी के आमीन निंदा को जब वो सामना करते हुए अनुभव में वो जा रही थी, तो उसे एक बात को अपने जीवन में समझ आया कि परमेश्वर कुछ तो मेरे जीवन में चाहता है, और वो मेरे जीवन से कुछ बात करना चाहता है। ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന ദൈവം ഒരു സഹോദരിയുമായിട്ട് പങ്കിടുകയാണ്. परमेश्वर अपने हृदय की दर्द को एक बहन से आमीन उस बातों का आमीन वर्णन वो कर रहा है। ദർശനമില്ലാത്ത വചനമില്ലാത്ത ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന ദൈവം ഒരു സഹോദരിക്ക് പകർന്നു കൊടുക്കുകയാണ്. അതിന് ദൈവത്തിന്റെ ഭാഷ ഒരു വഴി അടച്ചുകൊണ്ടാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസേനയിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ചില വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. നിന്നെയും കൊണ്ട് നിന്റെ തലമുറയും കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എല്ലാവർക്കും ഇല്ലാത്ത പ്രതിസന്ധി നിനക്ക് വന്നെങ്കിൽ ദൈവം എന്തോ ഒരു പദ്ധതിക്കായി നിന്നെ ഒരുക്കുകയാണെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. और आमीन दर्शन ना रहने वाले, वचन ना रहने वाले ऐसे पीढ़ी में यदि आमीन हन्ना के जीवन में ऐसा एक अनुभव हुआ है, तो परमेश्वर एक रीति से एक भाषा के रूप से हमें बात करना चाहता है कि परमेश्वर आमीन हमारे जीवन में और किसी को ना होने वाली समस्याएं और किसी को ना होने वाली रुकावट हमारे जीवन में यदि हम सामना कर रहे हैं, तो परमेश्वर उसके द्वारा कुछ बातों को प्रभु अपने हृदय के दर्द को हमें बताना चाहता है, ताकि हम हमारे पीढ़ी के द्वारा वो प्रभु के कार्यों के लिए आप अपने आप को तैयार कर सके। ആ സ്ത്രീക്ക് മനസ്സിലായി ദേശത്തെക്കുറിച്ച് ദൈവത്തിനൊരു ദുഃഖമുണ്ട്, ഒരു ഭാരമുണ്ടെന്ന്. അവൾ അത് മനസ്സിലാക്കി. സ്തോത്രം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്, ദൈവമേ,
നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് तराम। हन्ना ये बात को जान जाती है कि परमेश्वर को उस समय के आमीन लोगों के पीछे एक बड़ी दुख आमीन प्रभु के हृदय में है, और इसीलिए हन्ना ये बात को समझकर परमेश्वर से आमीन इस बात को कहती है कि प्रभु तू मुझे एक संतान दान देता है तो उसे मैं तेरे कार्यों के लिए समर्पित कर दूंगी। അവൾ ആ തീരുമാനം എടുത്ത നിമിഷം മുതൽ പിന്നീട് അവിടെ മുഖം മാടുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അതായിരുന്നു ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നത്. ശമൂവേലേ 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 എന്ന് വിളിച്ചുകൊണ്ട് ഒരു സ്നേഹിതനെ പോലെ ദൈവത്തിന് സംസാരിക്കാൻ ആ തലമുറയിൽ ഒരാളിനെ ആവശ്യമുണ്ടായിരുന്നു. ഈ തലമുറയിലും ദൈവം അത് നോക്കുകയാണ്. ദൈവത്തിന് സംസാരിക്കാൻ ദൈവത്തിന് ഒരു വിശ്വസ്തനെ ആവശ്യമുണ്ട്. ഈ തലമുറയിൽ ദൈവവുമായിട്ട് കൂട്ടായ്മ കൂടുവാൻ, ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുവാൻ ദൈവത്തിനൊരു മനുഷ്യനെ ആവശ്യമുണ്ട്. ഒരു വഴി അടച്ചുകൊണ്ട് ദൈവം ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണ്. അവൾ പ്രാർത്ഥനയിൽ ആ ഭാരത്തെ മനസ്സിലാക്കിയെങ്കിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ആ ഹൃദയമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. और आमीन परमेश्वर ने आमीन हालेलुया समय के उस पीढ़ी में ऐसे एक व्यक्ति को ढूंढ रहा था जो परमेश्वर के आमीन हृदय के दर्द को पहचान सके। हन्ना ये बात को जानती हुई आमीन हन्ना अपने जीवन को, अपने पुत्र को प्रभु के हाथों में समर्पण करती हैं ताकि परमेश्वर उस बालक बड़ा होने के बाद उसी से अपने बातों को वो कर सके, शमूएल शमूएल कर कर उसको पुकार सके। ऐसा है तो प्रभु के लोगों इस साल में इस काल में भी, इस समय में भी परमेश्वर ऐसे लोगों को देखता है, ऐसे लोगों को आमीन ढूंढ रहा है जो उससे अपने हृदय की बातों को कह सके। तो ऐसे प्रार्थना समूह में हमें ये बात को ध्यान रखना है कि परमेश्वर का हृदय का दर्द को पहचानने जैसे अनुभव हमारे जीवन में है या नहीं। ആമേൻ, സ്തോത്രം. ആലയത്തിൽ പോയിരുന്ന വ്യസനത്തോടെ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ച ഒരു സ്ത്രീ, അവൾക്ക് परमेश्वर की വാക്കുകളില്ല. आराधनालय में ഓക്കെ, പറഞ്ഞു. परमेश्वर के आराधनालय में जाकर हृदय में दर्द को लेकर प्रभु के पास बात किया हुआ एक बहन जो है, പക്ഷെ ഇപ്പോഴവൾക്ക് വാക്കുകളുണ്ട്. 2-ാം അധ്യായം തുടങ്ങുമ്പോൾ പ്രവചന ശബ്ദമായി അടുത്ത തലമുറയോട് പറയുകയാണ്, എന്നെ നോക്ക്, എനിക്ക് വേണ്ടി ഇടപെട്ട ദൈവം, എന്റെ ജീവിതത്തെ സാഹചര്യങ്ങളെ മാറ്റിയ ദൈവം. ഇപ്പോൾ ഹന്നയെ കാണുന്നത് ദാൻ മുതൽ ബേർഷെബ വരെ അറിയപ്പെടുന്ന വിശ്വസ്ത പ്രവാചകന്റെ അമ്മയെന്നാണ്. पहले अध्याय में बड़े दर्द के साथ परमेश्वर की उपस्थिति में प्रार्थना किया हुआ एक स्त्री को दूसरे अध्याय में देखो, यहाँ पर वो भविष्यवाणी के रूप में अगले पीढ़ी को परमेश्वर की बातों को वो जब बताती हैं, तो दूसरे अध्याय से लेकर आगे हम ये बात को आमीन जानते हैं कि आमीन हन्ना अब दान से लेकर बर्शेबा तक परमेश्वर के आमीन न्याय पालन करने वाले शमूएल के माँ के रूप में उसे पहचानते हैं लोग। അവൾ പ്രവചിച്ച് പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന അമ്മച്ചി, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, ആരും അറിയാതെ ഒരു മുറിയുടെ കോണിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന, ഹൃദയത്തെ പകർന്നു കൊടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, സാഹചര്യങ്ങൾ മാറി മറിയും, ഇതിനെല്ലാം ഒരു മറുവശമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. और प्रार्थना करने वाले प्रिय लोगों, प्रार्थना करने वाली माता हो, प्रार्थना करने वाले विश्वासी प्रभु के दासो, आप अपने घर के कोने में बैठकर जो प्रभु के पास अपने हृदय को उंडेल कर जो प्रार्थना आप कर रहे हैं, ये बात को याद रखना है। प्रभु की आत्मा ये बात को याद दिलाता है कि हर एक विषय का एक उलट बात भी है और वो प्रभु हमारे जीवन में पूरा भी करेगा। ദൈവം അവരോട് പറയുകയാണ്, കണ്ണുനീരോടെ വിതച്ചാൽ. परमेश्वर उनसे कहता है कि तुम आंसू के साथ बोओगे तो എല്ലാ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരിക്കുമ്പോൾ ഒന്നുറക്കെ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ഒരു മുറിയുടെ മൂലയിൽ പോയിരുന്ന ആരും അറിയാതെ ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ അവൾക്കറിയത്തില്ലായിരുന്നു അവിടെ ഉള്ളിൽ ശമൂവേൽ ജന്മമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രാർത്ഥനാ മുറിയിൽ.
और सब कुछ जब विपरीत हो जाते हैं और आमीन ऐसे अवस्था में आमीन एक घर के कोने में बैठकर जब आंसू बहाते हुए प्रार्थना कर रहे हैं, हन्ना ये बात को नहीं जानती थी कि परमेश्वर उसके गर्भ में एक समूएल का आमीन रूप दे रहा था। അതുകൊണ്ട് നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവം ഒരു തലമുറയുടെ പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ആ പ്രവാസത്തേക്ക് കടക്കുന്നവരെ മടക്കിക്കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. ഞാൻ അത്ഭുതങ്ങളുടെ और ദൈവമാണ്. അവര് പറയുകയാണ്, അവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ കണ്ണുനീരോടെ വിതയ്ക്കുമെങ്കിൽ. और इसलिए प्रार्थना करने वाले प्रिय लोगों, परमेश्वर का वचन ऐसे हमसे कहता है कि हालेलुया, जिस प्रकार दक्षिण देश के आमीन नालों को तूने जैसे लेकर आया है, वैसे आमीन जैसे प्रार्थना करते हैं, आमीन प्रेज द लॉर्ड, जो आंसू बहाकर आमीन जो बोते हैं, वे जय जयकार करते हुए लवने पाएंगे। ऐसी अवस्था प्रभु हमारे भी जीवन में ले आएगा। ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ആർത്തുകൊണ്ട് കറ്റയും ചുമന്നു വരുന്ന ഒരു ദിവസമുണ്ട്. परमेश्वर उनसे कहता है कि तुम लोग जय जयकार करते हुए आमीन उस पुलियों को बांध कर ले आने वाला एक समय प्रभु तय किया है। ഒരു സമയത്ത് ഹന്ന ഹൃദയം കൊണ്ട് ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥനയിലും കരച്ചിലുമായിരുന്നു. പക്ഷേ പിന്നത്തേത് അവൾ ആത്മാവിൽ സന്തോഷിക്കുകയാണ്. एक समय में जो है हन्ना अपने हृदय को प्रभु के पास उंडेल कर आंसू बहाकर प्रार्थना की अवस्था में थी, परंतु उसके पश्चात हम देखते हैं कि वे आनंद करते हुए मगन होते हुए परमेश्वर की उपस्थिति में वो भविष्यवाणियों को करती हैं। ആമേ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയത്തെ അവന്റെ മുമ്പിൽ പകരുവീൻ. इसलिए प्रभु का वचन इसमें इस प्रकार कहता है, हे लोगों, प्रभु के उपस्थिति में हमेशा आप आमीन उसी पर भरोसा रखो, निर्भर हो जाओ और उसी में आपका जीवन का सब कुछ वो तय करेगा। നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. आइए हम एक पल अपनी आंखों को प्रभु की उपस्थिति में बंद करते हुए हम प्रार्थना करेंगे। നീ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതെ ഒരു വിഷമസന്ധതയിലാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവ ശബ്ദം കേട്ടുകൊള്ളുക. ഇതിനൊരു മറുവശമുണ്ട്. आप कैसे आगे बढ़ेंगे, ऐसे एक बड़ी विपरीत विषम परिस्थिति में आप बैठे हुए हैं, तो आज सुबह के समय में प्रभु के वचन को आप सुन लीजिए कि हर एक परिस्थिति का एक विपरीत अवस्था भी आप देख पाएंगे। ഇന്ന് നിനക്ക് വേദനയുടെ നിന്ദയുടെ അവസ്ഥയാണെങ്കിൽ ദൈവം പറയുന്നു, നീ ആനന്ദിക്കുന്ന, നീ ആത്മാവിൽ സന്തോഷിക്കുന്ന ഒരു സമയം നിന്റെ മുമ്പിൽ വരികയാണ്. आज यदि आप वेदना और दुख से भरा हुआ अवस्थाओं में आप यदि पाए जाते हैं, तो प्रभु की आत्मा कहता है कि बहुत जल्दी प्रभु की आनंद और उल्लास का समय आपके जीवन में निकट आ रहा है। കാരണം നമ്മുടെ ദൈവം കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് എത്രയോ നല്ലവനാണ്. നമ്മുടെ കണ്ണുനീരെ കാണുന്ന ദൈവം തീർച്ചയായിട്ടും ഒരു ഉല്ലാസത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവം ദൈവം തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രഭാതത്തിൽ നൽകി തരും. कारण हमारा परमेश्वर जो है हमारे आंसुओं को पार करने वाला प्रभु नहीं है। यदि हम अपने बच्चों के आंसुओं को देखकर रह नहीं पाते हैं, तो वो स्वर्ग का पिता उसके बच्चों के प्रति जो आंसू बहाते हैं, उनको आमीन उनके विषयों का उत्तर ले आने वाला परमेश्वर है। പരിശുദ്ധ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. തിരുവഴുത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമല്ലോ, കണ്ണുനീരിന് കഴിയുമല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ ജനത്തെ ആ നിയോഗത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ, സാഹചര്യങ്ങളെ മാറ്റണമേ. ഇപ്പോഴത്തെ വേദനകള്, ഭാരങ്ങള് നാളേക്കുള്ള ദൈവത്തിന്റെ ഭാഷയെ മനസ്സിലാക്കുന്ന അത്ഭുതങ്ങളാക്കി ദൈവം മാറ്റണം.
പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും അഗാധമായ സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാണ്.